ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിലാണ്. ഫ്രാൻസിലെ ഒരു റൂറൽ ഏരിയ, അതായത് പക്ക ഗ്രാമം, അതിൻ്റെ ഇതിലേക്കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ ഹൈവേയിൽ അവിടെ നിന്ന് ഏകദേശം ഒരു 80 കിലോമീറ്റർ അകത്തോട്ട് കയറി. നാഷണൽ ഹൈവേന്ന് ഒരു 40 കിലോമീറ്റർ അകത്തോട്ട് കയറി. നമുക്കപ്പോൾ സ്പെയിനിൽ നിന്നുള്ള പൂക്കളാണ് ഈ പറഞ്ഞ സ്ഥലത്ത് ഇറക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ചെറിയ റോഡുകളാണ്. ആ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജ് ചെയ്യാൻ പറ്റാത്ത റോഡുകൾ. ഞാനവനെ കൽപ്പിച്ചു കൂട്ടി ഇവിടെ ഞാൻ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ വഴിക്ക് വന്നെന്നുണ്ടെങ്കിൽ ട്രെയിലറിന് ഓട്ടേക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാ. ആ പുള്ളിനെ വഴിക്കാൻ ഞാൻ ഇത്രയും നേരം ഇവിടെ വന്നിട്ട് ഇത്രയും വണ്ടികൾ ഇവിടെ കണ്ടല്ലേ. വളരെ റെയറാണ് വണ്ടികൾ കണ്ടത്. ഇവിടുത്തെ മെയിൻ റൂട്ട് ഇതാണെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ നിന്ന് 114 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അവിടെ ഇവിടെ കയറ്റ ഓരോ വീടുകൾ, പിന്നെ റോഡ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സമയം വന്നിട്ട് 3:49, അതായത് വൈകിട്ട് 4 മണി. ഇനി 113 കിലോമീറ്റർ ഉണ്ട്. അവിടെ വൈകിട്ട് എത്ര മണിക്ക് അടയ്ക്കാന്നറിയില്ല, പക്ഷെ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ സ്ഥലത്ത് എത്തണം. അത് ക്ലോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നാളെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അതിൻ്റെ പേരിൽ ഒത്തിരി തിരക്കില്ല, പക്ഷെ എങ്കിലും അത്യാവശ്യം കുറച്ച് തിരക്കുമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പശുക്കളുടെ ഇത് കൃഷി സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ഫാമുകളുണ്ട് ഇവിടെ. ഇവിടുന്ന് ഒത്തിരി വണ്ടികൾ, ട്രെയിലറുകൾ കണ്ടത് ഈ പശുവിനെയൊക്കെ കൊണ്ടുപോകണ, ആടിനെയൊക്കെ കൊണ്ടുപോകണ സംഭവം കണ്ടിരുന്നത്. പിന്നെ എന്താ ബ്രേക്ക് ഓടുന്ന ഇവിടെ ശരിക്കും 80 ചില റോഡുകളിലെ സ്പീഡ് ലിമിറ്റ്. ചില ഗ്രാമങ്ങളിൽ കയറുമ്പോൾ 50, ചിലയിടത്ത് വന്നിട്ട് 70. ഇത് വളവ് പ്രമാണിച്ച് 70. വിസിബിലിറ്റി കുറവാണ്. ഇത് മല കയറണ പോക്കാണോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ തന്നെ. അങ്ങനെ 70ൻ്റെ സ്പീഡ് ലിമിറ്റ് മാറി. ഇത് ഏതാ റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ D787.
ഇത് എവിടേക്ക് പോണ റൂട്ടാണെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും കുറേ ഉള്ളേരിയയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ഇവിടെ നിന്ന് വന്നിട്ട് ഇനി നമുക്കൊരു ഹൈവേയിൽ കയറണം. ഹൈവേയിലല്ല, നാഷണൽ റോഡിൽ കയറണം. അവിടെ നിന്നും ഇറങ്ങി താഴത്തേക്ക് പോകണം. അയ്യോ, പോലീസ് വണ്ടിയാണത്. ഒരു വേസ്റ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് എന്താ തപ്പിയോ കണ്ടല്ലോ. ഞാൻ വിചാരിച്ച അവിടെ റഡാർ വെച്ചിട്ടുണ്ടാവുന്നു. നമ്മളപ്പോൾ ഏകദേശം ആ കുന്ന് കയറി പോരാണ്. ചെറിയ വീടുകള്, ശരിക്കും ഒരു ഗ്രാമപ്രദേശമാണത്. നമുക്കപ്പോൾ ഇന്ന് കാലത്ത് നമ്മൾ 1, 2, 3 സ്ഥലത്ത് ഇറക്കി. ഇനി 2 സ്ഥലം കൂടി ഉണ്ട്. അത് എൻ്റെ അറിവ് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സ്ഥലത്ത് തന്നെയാണ് അഡ്രസ് തന്നെയാണ്. പക്ഷേ ഗാർഡൻ്റെ പേര് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒന്നുകൂടെ അവിടെ ചെന്നിട്ടൊന്ന് കൺഫേം ചെയ്യണം. അത് കഴിയുമ്പോഴേക്കും നമുക്ക് അധികം ഓടിക്കാൻ സമയം ഉണ്ടാവില്ല. കാരണം ഇന്ന് വൈകിട്ട് നമുക്ക് 11 മണിക്കൂർ റെസ്റ്റ് എടുക്കണം. ഇതുപോലത്തെ വണ്ടി കണ്ട് കാണാം. അവൻ ചൂണ്ടിടാൻ വന്ന് നടക്കണത്. അപ്പോൾ ഇവിടെ നിന്നൊരു 5 കിലോമീറ്ററിൻ്റെ കഴിയുമ്പോഴേക്കും ഒരു റൗണ്ട് കഴിഞ്ഞാൽ വീണ്ടും ഇതേ റൂട്ട് തന്നെയാണ്. ഇവിടെ പാർക്കിങ്ങളൊക്കെ കുറവായിരിക്കും. രാത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും ഈ ഏരിയയിൽ. ഇപ്പോൾ വന്നിട്ട് ഇവിടെ 12 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. രാത്രി ആകുമ്പോഴേക്കും ശരിക്കും താഴും. ഭാഗ്യത്തിന് ഇപ്പം മഞ്ഞ് പെയ്തല്ല. ഇവിടെ ഒരു പാർക്കിങ്
നമുക്ക് അപ്പുറത്തോടെ റൂട്ട് ഉണ്ടായിരുന്നു, അത് ചെറിയ റോഡാണ്. ഇപ്പം എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂട്ടിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഗ്രാമങ്ങളുണ്ട്. ഒത്തിരി ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്തടുത്താണ് ഗ്രാമങ്ങൾ. അപ്പം നമുക്ക് ഈ പറഞ്ഞ സമയത്തിന് അവിടെ എത്താൻ പറ്റില്ല. ഇതൊരു വീടാണ്, ആ വീട്ടുകാരൻ്റെ വണ്ടിയാണ് ഫ്രണ്ടിൽ മുമ്പിൽ കിടക്കണം കേട്ടോ. ഗ്രാമങ്ങളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. അടുത്ത വീട്. ഇവിടെ വന്നിട്ട് 1, 2, 3 വീടുകളാണ് അവിടെ ഉള്ളത്. Sal de la rotonda por la segunda salida. ഇനി ഇവിടുന്ന് നമുക്ക് വീണ്ടും നമ്മളിപ്പോൾ ആ മല കയറിക്കൊണ്ടിരിക്കണം. ഏകദേശം ഒരു 100 കിലോമീറ്റർ, ഒരു 1.5 മണിക്കൂറും കൂടെ. Sal de la rotonda por la segunda salida por la de 787. അതിൻ്റെ അപ്പുറത്തോട്ട് വന്നിട്ട് 3.5 ടണ്ണിലുള്ള വണ്ടികൾക്ക് കയറാൻ പാടില്ല. നമുക്ക് പോകേണ്ടത് ഇടത്തോട്ടാ. അതിലേ കയറാൻ പാടില്ല. അതിലെ ഇൻ ട്രാൻസിറ്റ് വണ്ടി കയറേണ്ട കുഴപ്പമില്ല, ട്രാൻസിറ്റ് വണ്ടികൾക്കാണ് പോകാൻ പാടില്ല. അപ്പം നമുക്ക് ഇതിലേ വേണം പോകാൻ. അവിടെ ഒരു വണ്ടി നേരം പോകല് പോകുന്നുണ്ട്. അപ്പോൾ കുറേ നേരം കൂടി നമ്മളൊരു ട്രെയിലർ കണ്ടു. അപ്പോൾ കൂട്ടുകാരെ, നമ്മളപ്പോൾ ഇനി കാടും മലയൊക്കെ കയറി അടുത്ത Sal de la rotonda por la segunda salida por la de 787. ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ഫ്രാൻസിൻ്റെ അകത്ത ചെറിയ ചെറിയ ഫാക്ടറികൾ. ഇത് മരത്തിൻ്റെ ഇതുണ്ടാക്കണത്, പലറ്റൊക്കെ ഉണ്ടാക്കണത്. നമുക്കപ്പോൾ പോകേണ്ട ഡിറക്ഷൻ ഇതാണ്. Sal de la rotonda por la segunda salida. ഇനി ഇവിടുന്ന് നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും നാഷണൽ റോഡിലേക്ക് കയറും. ഇവിടെ കയറി കഴിഞ്ഞാൽ നൈസായിട്ട് അതിന് ഓവർടേക്ക് ചെയ്ത് പയ്യനെ അങ്ങോട്ട് പോവാം. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ താങ്ക്സ്, സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.